തറക്തുക്കും അലൽ ബൈളാഇ ലൈലുഹാ കനഹാരിഹാ. റസൂലുള്ള പറഞ്ഞു, നിങ്ങളെ ഞാൻ ബൈളായിലാണ് വിട്ടേച്ചു പോകുന്നത്. വളരെ ശോഭിച്ചു നിൽക്കുന്ന സുവ്യക്തമായ ഒരു രാജമാർഗത്തിൽ വിട്ടേച്ചുകൊണ്ടാണ് പോകുന്നത്. അതിലെവിടെയും അവ്യക്തതകളില്ല. അവിടെ രാത്രി പോലും പകലിനേക്കാളും വെളിച്ചം തിറഞ്ഞു നിൽക്കുന്നതാണ്. ആ വഴി ഇതാണ്. അത് ഇന്ന ഷെയ്ഖിന്റെ പിന്നാലെ പോയിക്കോ, ഇന്ന തരീഖത്തിന് ബയ്യത്ത് കൊടുത്തോ, ഇന്ന മദ്ഹബിന് നീ ചേർന്നോ, ഇന്ന പാർട്ടിയിൽ അംഗത്വെടുത്തോ, ഇന്ന ഓഫീസിൽ പോകുന്ന ആളായിരിക്കോ, ഇതൊന്നുമല്ല. അതിലൊക്കെ ആശയക്കുഴപ്പങ്ങളുണ്ട്. ആശയക്കുഴപ്പമില്ലാത്തത് മാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും, അത് പിന്തുടരുക. അത് കിതാബും സുന്നത്തുമാണ്. അത് നമ്മൾ പിന്തുടരുമ്പോൾ ഫേക്കായിട്ടുള്ള വ്യാജമായിട്ടുള്ള ആസാറുകൾ നുസൂസുകൾ നമ്മൾ സ്വീകരിക്കരുത്. ഫതബയ്യനു, അത് നമ്മൾ നിജസ്ഥിതി ഉറപ്പുവരുത്തി സ്വീകാര്യയോഗ്യമായത് മാത്രം സ്വീകരിക്കണം. ആ വാക്കുകളിൽ ഒതുങ്ങി നിൽക്കരുത്. ആ വാക്കുകൾ ഉൾക്കൊള്ളുന്ന അർത്ഥം അള്ളാഹുവിന്റെ മുറാദ് പ്രകാരം, റസൂലുള്ളാന്റെ മുറാദ് പ്രകാരം സ്വീകരിക്കണം. അങ്ങനെ നമ്മൾ തെറ്റായ വ്യാഖ്യാനം സ്വയം അതിന് ചുമത്താതെ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും തെറ്റായ വ്യാഖ്യാനം ഈ വചനങ്ങൾക്ക് കൊടുത്തതിൽ നമ്മൾ അകപ്പെടാതിരിക്കാൻ ഇതിന്റെ ഫസ്റ്റ് ഓഡിയൻസായ സഹാബത്ത് അതെങ്ങനെ മനസ്സിലാക്കിയോ അതേ രൂപത്തിൽ മനസ്സിലാക്കി അതിലവരെ പിന്തുടർന്നു പോവുകയും ചെയ്യണം. ഇതിലെന്താ അവ്യക്തത ഉള്ളത്? വളരെ സിമ്പിളാണ്, ആർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. കാരണം ഇത് ദീനാണ്. സ്വാലിഹത്തുൽ ലികുല്ലി സമാനിൻ വ മകാനിൻ വ ലികുല്ലി അജ്നാൻ. അത് സാർവകാലികമാണ്, സാർവലൗകികമാണ്, സാർവജനീനമാണ്. എല്ലാ കാലത്തെയും എല്ലാ ജനവിഭാഗങ്ങൾക്കും എല്ലാവർക്കും ഒരുപോലെ സ്വീകാര്യയോഗ്യമായിട്ടുള്ള കാര്യമാണ് ദീന്. അങ്ങനെ അള്ളാഹ് നടപ്പിലാക്കുള്ളൂ. ഇത് ഉൾക്കൊള്ളാൻ ഒരു പ്രശ്നമല്ല. മനസ്സിലാക്കാൻ എളുപ്പമാണ്, പക്ഷെ ഉൾക്കൊള്ളാൻ മോളുന്ന അള്ളാന്റെ തൗഫീഖ് വേറെ വേറെ. എത്ര ആളുകൾ എന്റെ പരിചയക്കാരുണ്ട്. ഞാൻ ഈ പറഞ്ഞ കാര്യം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അവർക്ക് പറഞ്ഞു കൊടുക്കും, സുഹൃത്തെ ഇതല്ലാതെ സഹോദര നമ്മുടെ മുന്നിൽ വേറെ വഴിയില്ല. കാര്യം നിങ്ങൾ പറയും പോലെ തന്നെയാണ്. പക്ഷേ അത് പറഞ്ഞു തിരിയുന്ന ആള് പിന്നെ കാര്യക്കേടിലേക്ക് പോകും. അയാള് മാ ഉൻസിലയിലേക്കും മിർ റബ്ബിക്കും എന്നത് വിട്ടിട്ട് എനിക്ക് ഇതിന്റെ രണ്ടാം ഭാഗം നിങ്ങളോട് പറയാനുണ്ട്. ആ തഹസ്സുബാത്തിലേക്ക് പോകും. എന്തുകൊണ്ടാണ്? കാരണം അയാളുടെ സമീപനങ്ങൾ കളങ്കമുള്ളതാകയാൽ ഈ ഹക്ക് ഉൾക്കൊള്ളാനുള്ള തൗഫീഖ് മുകളിൽ നിന്ന് അയാൾക്ക് കിട്ടുന്നില്ല. അതെന്നെ കാരണം. ഇത് മനസ്സിലാക്കാൻ ആർക്കും ഒരു പ്രയാസമല്ല. ഇതിലെന്താ ഉള്ളത്? ഇനി അടുത്തതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്രയും കിട്ടുമ്പോൾ ഒരൊറ്റ ശരി, ഒരു മുസാഫ് വലത്തുഭാഗത്തും വെച്ചു, ഒന്നോ രണ്ടോ ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ ഇടതുഭാഗത്തും വെച്ചു. ഈ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും നമ്മൾ ഈ ഖുർആനിൽ നോക്കി, ഈ ഹദീസിലും നോക്കി. നമ്മളെന്നെ എല്ലാം നോക്കിയാലൊക്കെ കഴിഞ്ഞോ? മതിയല്ലോ. അതല്ലപ്പോ ഈ പറഞ്ഞത്. ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങണം. അതിന് സഹാബത്ത് എങ്ങനെയാണോ അതിന് സഹിയായത് സ്വീകരിക്കാവൂ. ഹദീസാകുമ്പോൾ അതിന് സഹാബത്ത് എങ്ങനെയൊക്കെയാണോ മനസ്സിലാക്കിയത് അതേമാതിരി സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ ഇനി ഞാനൊന്ന് നോക്കിയാൽ പോരെ. ഇങ്ങനത്തെ ഒരു സാഹസികതയിൽ അള്ളാഹു സാധാരണക്കാരെ വിടുന്നില്ല. അതൊരു അമിതമായ സാഹസികതയാണ്. കാരണം അങ്ങനെയുള്ള ഒരു മുഹാമറ, ഒരു സാഹസികത നടത്തിയിട്ട് പരീക്ഷിച്ചു നോക്കിയിട്ട് തോൽക്കുകയാണെങ്കിൽ തോൽക്കട്ടെ എന്ന് പറയാവുന്നതല്ല ജീവിതം. അതിനേക്കാൾ ഗൗരവതരമാണ് മനുഷ്യജീവിതം. കാരണം ഇവിടെ പഴിച്ചാൽ പിന്നീട് അനശ്വരമായ പിഴവാണ്, അയാൾ നരകത്തിലാണ് കിടക്കേണ്ടി വരിക. ഇവിടെ ശരിയായാൽ അനശ്വരമായ സ്വർഗത്തിലാണ്. അതുകൊണ്ട് ഒരു സാഹസികതയും ഒരു പരീക്ഷണത്തിനും മുതിരാൻ നിങ്ങൾക്കിവിടെ സമയമില്ല, സന്ദർഭമില്ല. സാഹസികത ഒഴിവാക്കൂ. നിങ്ങൾ എന്ത് ചെയ്യണം? വലത്തെ കയ്യിൽ ഖുർആനും ഇടത്തെ കയ്യിൽ ഹദീസും വെച്ചിട്ട് നമ്മളത് നടന്നാൽ മതിയോ? അങ്ങനെ നടന്നു നോക്കുക. എന്നിട്ട് വിജയിക്കുമല്ലേ വീഴുമല്ലേ നോക്കാനോ? അങ്ങനെ ഒരു പരീക്ഷണത്തിന് അള്ളാഹ് വിടുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നത് അങ്ങനെയല്ല, മറിച്ച് ഇതിൽ ഈ ഇൽമ് ആദ്യത്തെ 3 തലമുറകളെ മൊത്തമായി ഏൽപ്പിക്കുകയും പിന്നീട് വരുന്ന പിൽക്കാല തലമുറകളിൽ യോഗ്യരായ ചില വ്യക്തികളെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ 3 തലമുറ എന്ന് പറയുന്നത് ഖൈറുൻ നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ഇമാം ബുഖാരിന്റെ റിവായത്ത്. ഏറ്റവും ഖൈറായിട്ടുള്ള ഉമ്മത്ത് എന്നോടൊപ്പം സഹവസിച്ചിട്ടുള്ള സഹാബികളാണ്. അവര് ഖൈറാണ്, മൊത്തത്തിലാണ്. അത് അവർക്കുള്ള സർട്ടിഫിക്കറ്റ്. അവരെ കഴിഞ്ഞാൽ അവർക്ക് തൊട്ടുപിറകിൽ വരുന്ന താബിഈകളാണ്.
അവരെ കഴിഞ്ഞാൽ അവർക്ക് തൊട്ടുപിറകിൽ വരുന്ന താബിഴുകളാണ്. പിന്നെയുള്ള തലമുറകളെ കുറിച്ച് ചോദിച്ചപ്പോൾ ഫസക്കത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൗനം പാലിച്ചു. ആ തലമുറകൾക്ക് മൊത്തത്തിൽ അവര് നല്ലവരെന്ന സർട്ടിഫിക്കറ്റ് കൊടുത്തില്ല. ഈ 3 തലമുറകൾ ഈ ഇൽമ് അതിന്റെ ശരിയായ രൂപത്തിൽ തലമുറ മൊത്തത്തിൽ അത് കൈമാറിപ്പോയി. പിന്നീടുള്ളവരെ പറ്റി പറഞ്ഞത് യഹ്മിലു ഹാദൽ ഇൽമ മിൻ കുല്ലി ഖലഫിൻ ഉദൂലുഹു. ഇമാം അബൂബക്കറുൽ ആജുരി അദ്ദേഹത്തിന്റെ അശ്ശരീഅയിൽ ഉദ്ധരിച്ചിട്ടുള്ള സഹീഹായ ഹദീസ്, ഈ ഇൽമ് ഈ 3 തലമുറ കഴിഞ്ഞാൽ പിന്നീട് അല്ലാഹു അത് കൈകാര്യം ചെയ്യാൻ അതിന് പക്വതയുള്ള, അതിന് പാകതയുള്ള, അതിന് കഴിവുള്ള അല്ലാഹു ചുമതലപ്പെടുത്തുന്ന ചില ഉദൂലുകളായ പ്രാമാണികരായ ആധികാരികരായിട്ടുള്ള ചില വ്യക്തികളുണ്ട്. ആ വ്യക്തികളിലാണ് ഈ ഇൽമുണ്ടാകുക. വ്യക്തികളിൽ നിന്ന് വ്യക്തികളിലേക്കാണ് പിന്നീട് അത് പകർന്നു കൊടുക്കപ്പെടുക. ആ വ്യക്തികൾ എന്ന് പറഞ്ഞാലും ഞാൻ ആലിമാണ്, ഞാൻ ആദിലാണ് എന്ന് പറഞ്ഞാലാകൂ. നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇസ്ലാമിന്റെ എല്ലാ കാര്യവും യതഅല്ലഖു ബി ഔസാഫിൻ മുഅയ്യന. ആരാണ് ഉദൂലായിട്ടുള്ള നീതിമാന്മാരും പ്രാമാണികരുമായിട്ടുള്ള ഇൽമിന്റെ ആളുകൾ, അവരെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ. ചിലപ്പോൾ നിങ്ങൾ ചോദിക്കും, ഞാൻ അതിന് പറഞ്ഞു കഴിയുമ്പോൾ ചോദിക്കും, ഈ കാലത്ത് നമ്മൾ ആൾക്കാരാരാ, കേരളത്തിൽ ആരാ, എറണാകുളം ജില്ലയിൽ ആരാണ്, ഇവിടുത്തെ ഈ വാർഡിൽ ആരാണ് എന്നൊക്കെ ചോദിക്കും. ആ ചോദ്യത്തിനുള്ള ഉത്തരാണ് ഞാൻ പറയുന്നത്. പിന്നെ ചോദിക്കരുത് എന്ന് വിചാരിച്ചു. യൻഫൂന അൻഹു തഹരീഫൽ ഗാലി വതഅവീലൽ ജാഹിലീൻ വൻതിഹാലൽ മുബ്തിലീൻ. ഈ 3 കാര്യം ചെയ്യുന്നത് ആരാണോ അവരാണ്. യൻഫൂന അൻഹു തഹരീഫൽ ഗാലീൻ. അതിര് കവിയുന്ന കുറച്ച് ആൾക്കാരുണ്ട്. എന്തിനും എക്സസ് ആയിരിക്കും. അതിര് കവിയാന്നുള്ളത് ഒരിക്കലും ദീനുൽ ഇസ്ലാം നമ്മളിൽ നിന്ന് ഉദ്ദേശിക്കുന്ന ഒരു രീതി തന്നെയല്ല. ജംറക്കറിയുടെ കല്ല് ഇത്ര പോന്ന കല്ല് മതി എന്ന് പറഞ്ഞു. കുറച്ച് ഇത്ര പോന്ന കല്ലെടുത്തിട്ടുണ്ടെങ്കിൽ ഗുലൂബാണ്, അതിര് കവിച്ചിലാണ്, പാടില്ല എന്ന് പറഞ്ഞു. അതിൽ വരെ അതിര് കവിയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കിയിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, ലൻ യുശാദ്ദീന അഹദുൻ ഇല്ലാ ഗലബഹു വലാകിൻ സജ്ജിദു വഖാരിബു. നിങ്ങൾ ദീനിന്റെ കാര്യത്തിൽ അതിര് കവിയാൻ നിങ്ങൾ ഒരിക്കലും മുതിരരുത്. അതിൽ നിങ്ങൾ കാർക്കശ്യം കൈകൊള്ളുകയാണെങ്കിൽ നിങ്ങൾ പരാജയപ്പെടും. നിങ്ങൾ പരാജയപ്പെടുകയായിരിക്കും അതിന്റെ അനന്തരഫലം. അതിനാൽ വലാകിൻ സജ്ജിദു വഖാരിബു, നിങ്ങൾ മിതമായിട്ടുള്ളതും സത്യത്തോടും അതുപോലെ തന്നെ മിതത്വത്തോടും അടുത്തിട്ടുള്ള മാർഗവും അതാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്. എന്നാൽ എന്താണെങ്കിലും ഒക്കത്തിലും അതിര് കവിഞ്ഞു പോകുന്ന ചില ആളുകളുണ്ട്. അങ്ങനെ അതിര് കവിയുന്ന ആളുകൾ അവര് അതിര് കവിയുന്നതിന്റെ ഭാഗമായിട്ട് അവർ പലതിനെയും ചിലപ്പോ വ്യാഖ്യാനിക്കും. അതങ്ങനെയല്ലേ, ഇതിങ്ങനെയല്ലേ, അതിങ്ങനെയും കൂടി വേണ്ടേ എന്ന് പറഞ്ഞിട്ട് കുറച്ചും കൂടി ഒന്ന് നീട്ടിവെക്കുന്ന, കുറച്ചും കൂടി വലിച്ചു നീട്ടുന്ന ആളുകളുണ്ട്. അവരുടെ തഹരീഫുകളെ, അവരുടെ ദുർവ്യാഖ്യാനങ്ങളെ, ഖുർആനിന്റെ ഒരു വചനത്തിന്, റസൂലുള്ളാഹിന്റെ സുന്നത്തിൽപ്പെട്ട ഒരു സുന്നത്തിന് ഇത്തരത്തിലുള്ള ഒരു ദുർവ്യാഖ്യാനം ആര് നൽകിയാലും അത് ഒറ്റയടിക്ക് അവർ നിരാകരിക്കും. അല്ല, അവർ പിടിച്ചു നിർത്തും. അത് അല്ല, അത് ദുർവ്യാഖ്യാനമാണ്, അത് അവന്റെ വകയാണ്. കാരണം ഈ ആയത്ത് അല്ലെങ്കിൽ ഈ ഹദീസ് ഖുർആനിലുണ്ട്, അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ സുന്നത്തിലുണ്ട്. പക്ഷെ അതിന്റെ അർത്ഥം അതല്ല. സഹാബത്ത് ഇതുകൊണ്ട് മനസ്സിലാക്കിയത്, അമൽ ചെയ്തത് ഇങ്ങനെയാണ്. തെളിവൻ വെച്ചിട്ട് അവരുടെ ദുർവ്യാഖ്യാനത്തിന് തടയിടും അവർ. ഇതാണ് ഒന്നാമത്തെ ലക്ഷണം. വതഅവീലൽ ജാഹിലീൻ. രണ്ടാമത് വിവരമില്ലാത്ത ആൾക്കാർ, അഥവാ ബുദ്ധിയുടെയും ശാസ്ത്രത്തിന്റെയും ആളുകൾ, അവരാണ് വിവരം ഉണ്ട് എന്ന് പറയുന്ന വിവരമില്ലാത്ത ആൾക്കാർ. അവരുണ്ടാക്കി തീർക്കുന്ന ദുർവ്യാഖ്യാനങ്ങളെയും അവർ നിരാകരിക്കും. ഒന്നുകിൽ ഈ അതിര് കവിയുന്ന ആളുകൾ അവർ കാര്യങ്ങൾ നീട്ടിപ്പിടിക്കുന്നത്, അതല്ലെങ്കിൽ വിവരമില്ലാത്ത ആളുകൾ അള്ളാഹുവിന്റെയും റസൂലിന്റെയും പേരിൽ വഹീന്റെ വചനങ്ങൾക്ക് അവർ ചാർത്തുന്ന ദുർവ്യാഖ്യാനങ്ങൾ, അതിനെയും നിരാകരിക്കും.
അതുപോലെ തന്നെ വൻതിഹാലൽ മുബ്തിലീൻ, ബാത്തിലിന്റെ ആളുകൾ അവരവരുടെ വക കുറെ പുതിയത് കറ്റിയുണ്ടാക്കും. അങ്ങനെ അവരുണ്ടാക്കുന്ന വ്യാജവാദങ്ങളെയും ഇവർ നിരാകരിക്കും. ഏത് രൂപത്തിലാണെങ്കിലും ഖുർആനിന്റെയും ഹദീസിന്റെയും വചനങ്ങൾക്ക് നേരെയുള്ള 3 തരത്തിൽ വരുന്ന കടന്നാക്രമണങ്ങളെ, കയ്യേറ്റങ്ങളെ നിരാകരിച്ച് അതിനെ അതിന്റെ ആദ്യ പരിശുദ്ധിയിൽ, ശരിയായ വിവക്ഷയിൽ, ശരിയായ അർത്ഥത്തിൽ നിലനിർത്തി പോരുക എന്നതാണ് ഇവരുടെ ലക്ഷണം. അപ്പൊ ആൾക്കാർക്ക് മനസ്സിലായല്ലോ. ഇനി നിങ്ങൾ നോക്കിക്കോളി. അപ്പൊ എന്താ ചോദിച്ചാൽ, ആയത്തിന് അങ്ങനെ അർത്ഥം പറഞ്ഞാലും നമുക്ക് കുഴപ്പമില്ല, ഇങ്ങനെ നമുക്ക് അർത്ഥം പറഞ്ഞാലും കുഴപ്പമില്ല, നമുക്ക് നമ്മുടെ പാർട്ടി ഓഫീസ് അത് ഭംഗിയായിട്ട് നടന്നു പോയാൽ മതി എന്ന് പറയുന്ന ആൾക്കാർ ഈ അഹ്ലുൽ പെടൂല. നേരെ മറിച്ച് ഒരു ആയത്തിനെ അല്ലെങ്കിൽ ഒരു ഹദീസിനെ ദുർവ്യാഖ്യാനിച്ചാൽ അത് ഇയാളെ രക്തം തിളക്കും. അത് വിട്ടുകൊടുക്കൂല. അത് ദുർവ്യാഖ്യാനിച്ചോ ദീനിനു വേണ്ടിയിട്ട് മരിക്കാൻ തയ്യാറായി നടന്നിട്ട് അതിര് കവിഞ്ഞ് ആ അതിര് കവിച്ചിന്റെ ഭാഗമായി പറഞ്ഞാലും പിടിച്ചവിടെ നിർത്തും. അതല്ല, ഇനി ജാഹിലീങ്ങൾ അവരവരുടെ ജഹാലത്ത് ഇതിന്മേലേക്ക് കടത്തിക്കൂട്ടുകയാണെങ്കിൽ അതും പിടിച്ചുവെക്കും. അതുമല്ലെങ്കിൽ ബാത്തില്, വെറും ബാത്തിലിന്റെ പിന്നാലെ പോകുന്ന ആളുകൾ, അവർക്കിതെല്ലാം ക്യാഹയാണ്. അങ്ങനെയുള്ള ആളുകൾ അവർ നടത്തുന്ന കട്ടിയുണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങൾ അതിനെയും പിടിച്ചുവെക്കും. ഇങ്ങനെ നുസൂസുകൾക്ക് നേരെയുള്ള കടന്നാക്രമണങ്ങളെ തീർത്തും തടഞ്ഞുവെക്കുന്ന ആളുകളാണ് ഈ ഉദൂലുകളായ പണ്ഡിതന്മാർ. അവരെ വേറെ തന്നെ കാണാം. മശ്രിഖില് ഇബ്നു അബ്ബാസ് പറഞ്ഞു, മശ്രിഖില് ഒരു വിദ്യാർത്ഥിണ്ടായാൽ ആ കാര്യം എന്റെ അടുക്കലെത്തും. അങ്ങനെ അതിനെ ഞാൻ സുന്നത്ത് കൊണ്ട് തകർക്കും. തകർക്കാൻ വേറെ ഹാമർ ഒന്നും എടുക്കണ്ട. ഒരു വിദ്യാർത്ഥിണ്ടോ, ആ വിദ്യാർത്ഥിനെ തകർക്കാൻ സുന്നത്തിന്റെ ഹാമറാണ് ഉപയോഗിക്കേണ്ടത്. അങ്ങനെ സുന്നത്ത് കൊണ്ട് അതിന്റെ തലക്ക് ഞാൻ അടിക്കും. അങ്ങനെ ആ വിദ്യാർത്ഥിനെ ഞാൻ അമർച്ച ചെയ്യും. ഇങ്ങനെ ശരിയായ സുന്നത്ത് കൊണ്ട് എല്ലാവിധ വിദ്യാർത്ഥികളെയും എല്ലാ തരത്തിലുള്ള നൂതനമായ പ്രവണതകളെയും നുസൂസുകൾക്കെതിരെയുള്ള കയ്യേറ്റ ശ്രമങ്ങളെയും തടഞ്ഞു നിർത്തുന്ന ഇവരായിരിക്കും ഉദൂലുകളായ പണ്ഡിതന്മാർ. അവരെക്കുറിച്ച് പറയും, അവർക്ക് അതും കുറ്റം, അവർക്കിതും കുറ്റം, അവരെയും വിമർശിക്കും, അവരിവരെയും വിമർശിക്കും. അതൊക്കെ വേറെ കാര്യം. അള്ളാഹുവിന്റെ കലാമിന്, റസൂലുള്ളാന്റെ സുന്നത്തിന് അള്ളാന്റെ മുറാദല്ലാതെ, റസൂലുള്ളാന്റെ മുറാദ് വിവക്ഷയല്ലാതെ മറ്റൊരു വിവക്ഷ ഏതിന്റെ പേരിൽ എങ്ങനെ ചാർത്തിയാലും അവിടെ തടയിടുകയും അതിനെ സംരക്ഷിച്ചു നിർത്തുകയും ചെയ്യുന്നവർ അവരാണ് ഉദൂലുകൾ. ഇനി ആളെ ചൂണ്ടിക്കാണിച്ചു തരണോ? അതിന് സാധ്യത. ഇത് ഇങ്ങനെയുള്ള ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ തലമുറയിലും നിലനിർത്തും. അത് ഈ ദീനിന് അള്ളാഹു നൽകിയിരിക്കുന്ന, ഈ ഉമ്മത്തിന് അള്ളാഹു നൽകിയിരിക്കുന്ന സവിശേഷതയാണ്. ലാ തജ്തമിഉ ഉമ്മത്തി അലാ വലാല, എന്റെ ഉമ്മത്ത് മുഴുവനും വഴികേടിൽ ഒരുമിക്കുന്ന പ്രശ്നമല്ല. അതുപോലെ തന്നെ ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്, എന്റെ ഉമ്മത്തിലെ ഒരു ചെറിയ വിഭാഗം എന്നും സത്യത്തിന്മേൽ തന്നെ ഉറച്ചു നിൽക്കും. അവര് സത്യത്തിന് നേരെയുള്ള കയ്യേറ്റങ്ങളെ അവർ ശരിക്ക് പ്രതിരോധിക്കും. അങ്ങനെയുള്ള ഉദൂലുകളായ പണ്ഡിതന്മാരെ അവരിലൂടെ ഈ ഇൽമ് അല്ലാഹു ഖിയാമത്ത് നാൾ വരെ നിലനിർത്തിപ്പോരും. ഇതാണ് അതിന്റെ കാര്യം. ഇത്തരത്തിലുള്ള ഉലമാക്കളിലൂടെ, ആദ്യത്തെ തലമുറയാണെങ്കിൽ 3 തലമുറകളിൽ നിന്ന്, ആ 3 തലമുറയ്ക്ക് ശേഷമാണെങ്കിൽ ഈ ഉദൂലുകളായിട്ടുള്ള ഉലമാക്കളിൽ നിന്ന് അവര് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി ഉറപ്പിച്ചിട്ടുള്ള ആളുകളാണ്. അവരോട് ചോദിച്ചാണ് നിങ്ങളിത് പഠിക്കേണ്ടത്. ഇത് സ്വന്തം ഗവേഷണത്തിലൂടെ പഠിച്ചെടുക്കുന്ന ഒരു കാര്യമല്ല. റിസർച്ച് സെന്ററുകൾക്ക് ഇവിടെ ഒരു സ്കോപ്പും ഇല്ല എന്നാണ്. ഇസ്ലാമിക് റിസർച്ച് എന്ന് പറയുന്നത് അത് എന്ത് മാതിരിയാന്ന് വെച്ചാൽ വെള്ളാന എന്നൊക്കെ പറയുന്ന മാതിരത്തെ സംഭവം അങ്ങനെയൊന്നും ഇല്ല. ഒരു റിസർച്ചും ഇല്ല. മറിച്ച് എന്താ സംഗതി, ഈ ദീന് എങ്ങനെയാണോ മുൻഗാമികൾ എടുത്തത് അതേ രൂപത്തിൽ പിൻഗാമികൾ എടുക്കണം. അതെങ്ങനെയാണ് അവരെടുത്തിട്ടുള്ളത്? അവര് മുൻഗാമികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സഹാബത്ത് നേർക്ക് നേരെ കേട്ടു. അത് അവരുടെ ബുദ്ധിയിൽ ഉറപ്പിച്ചു വെച്ചു. അവരുടെ അമല് കൊണ്ട് അതിനെ തടഞ്ഞു നിർത്തി. നഷ്ടപ്പെടാതെ അവരുടെ ജീവിതത്തിൽ അതിനെ തടഞ്ഞു വെച്ചു. ഏതെങ്കിലും സാഹചര്യത്തിൽ അത് നഷ്ടപ്പെട്ടു പോയേക്കുമോ എന്ന് തോന്നുമ്പോൾ കിതാബത്ത് കൊണ്ട്, ആ ലേഖനത്തിലൂടെ അതിനെ അവർ സംരക്ഷിച്ചു നിർത്തി. ഈ വഴികൾ നമുക്കുണ്ട്. ഇതാണ് നമുക്ക് അനുവദിക്കപ്പെട്ട വഴി. ആലോചിച്ച് നോക്കി നിങ്ങൾ. സുബ്ഹാനല്ലാഹ്, എല്ലാം കൃത്യമായി നിർവചിച്ച് തന്നിരിക്കുകയാണ്. ഒരു സഹാബി വര്യന്റെ അടുക്കൽ പോയിട്ട് ഒരു താബിഈ വര്യൻ ഹദീസ് ചോദിക്കുകയാണ്, റസൂലുള്ളാഹിന്റെ ഹദീസ് ചോദിക്കുന്ന സന്ദർഭത്തിൽ അയാൾ എഴുതുമ്പോൾ പറയുന്നത്, ഇല്ല എഴുതാനാണെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞു തരൂല എന്നാ പറഞ്ഞത്.
മറിച്ച് എങ്ങനെ പറഞ്ഞിട്ടുള്ളൂ, ഞങ്ങൾ എങ്ങനെയാണോ ഇതെടുത്തത് അതേ രൂപത്തിൽ എടുക്കാൻ നീ തയ്യാറുണ്ടോ? ഞങ്ങൾ റസൂലുള്ളാന്റെ വായിൽ നിന്ന് കേട്ട് ഞങ്ങളുടെ മനസ്സിൽ അതിനെ ഹൃദിസ്ഥമാക്കി, പിന്നെയാണത് നഷ്ടപ്പെട്ടു പോകും തോന്നുമ്പോൾ പിന്നീടാണ് അത് എഴുതി വെക്കാൻ തുടങ്ങിയത്. ആ രൂപത്തിൽ നിങ്ങൾക്ക് ഇത് ഞങ്ങളുടെ വായിൽ നിന്ന് കേട്ട് മനസ്സുകൊണ്ട് വാങ്ങാൻ തയ്യാറുണ്ടോ? പറഞ്ഞുതരാം. അങ്ങനെ വായിൽ നിന്ന് കേട്ട് മനസ്സുകൊണ്ട് അതിനെ സ്വീകരിച്ച് പിന്നീട് അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി എഴുതി വെക്കാം. ഇങ്ങനെ എഴുതി വെക്കുക, അത് തടഞ്ഞു വെക്കുന്നത് അമലുകൊണ്ടാണ്. സ്വന്തം ജീവിതത്തിലെ അത് അമലാക്കി തീർക്കുമ്പോൾ അത് നഷ്ടപ്പെടില്ല, അത് ഒരിക്കലും തന്നെ തെറ്റില്ല, അത് അതിന്റെ ശരിയായ രൂപത്തിൽ അവിടെ നിലനിന്ന് പോകും. അങ്ങനെ അത് കൈമാറ്റം ചെയ്യപ്പെടണം. ഇങ്ങനെ കൈമാറുക തന്നെ ചെയ്യണം. അതിനാൽ നിങ്ങൾ സ്വന്തമായി ഒരു ഗവേഷണം നടത്തി അത് വിജയിക്കുമല്ലേ എന്ന് പരീക്ഷണം നടത്തി തട്ടിത്തടഞ്ഞു വിൽക്കാൻ പോകണ്ട. അള്ളാഹു പറഞ്ഞു, വമാ അർസൽനാ മിൻ ഖബ്ലിക ഇല്ലാ റിജാലൻ നൂഹി ഇലൈഹിം ഫസ്അലു അഹ്ലൽ ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. സൂറത്തുൻ നഹ്ലിലുള്ള 43ാമത്തെ സൂക്തമാണ്. വമാ അർസൽനാ മിൻ ഖബ്ലിക ഇല്ലാ റിജാലൻ നൂഹി ഇലൈഹിം. മുഹമ്മദ് നബിയെ, താങ്കൾക്ക് മുമ്പ് ആണുങ്ങളെയല്ലാതെ മറ്റാരെയും നാം വഹി നൽകി റസൂൽമാരായി നിയോഗിച്ചിട്ടില്ല. പെണ്ണുങ്ങളെ അമ്പിയാക്കന്മാരാക്കി മുർസലീങ്ങളാക്കിയിട്ട് അള്ളാഹു നിയോഗിച്ചിട്ടില്ല. ഈ ദൗത്യം അത് പുരുഷന്മാർക്ക് ചെയ്യാവുന്ന കാര്യമാണ്. അതുകൊണ്ട് പുരുഷന്മാരെയാണ് അള്ളാഹു റിസാലത്തിന്റെ ഈ കടമ, റിസാലത്തിന്റെ ഈ ദൗത്യം ഏൽപ്പിച്ചിട്ടുള്ളത്. ഫസ്അലു അഹ്ലൽ ദിക്ർ. അങ്ങനെ ഈ അമ്പിയാക്കന്മാർ കൊണ്ടുവന്നിരിക്കുന്ന ഈ വഹയിന്റെ ദിക്ർ അത് ആരുടെ കൈവശമാണോ ഉള്ളത്? ആ ദിക്ർ അറിയുന്ന ഇൽമുള്ള അഹ്ലുൽ ഇൽമിനോട് നിങ്ങൾ ചോദിക്കൂ. ഇൻ കുൻതും ലാ തഅലമൂൻ. അറിയില്ലെങ്കിൽ ചോദിച്ചു പഠിക്കുക, വായിൽ നിന്ന് കേൾക്കുക, മനസ്സുകൊണ്ട് അതിനോട് വാങ്ങുക. ഇതാ ചെയ്യേണ്ടത്. ഫസ്അലു അഹ്ലൽ ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. ഇതാണ് ഈ ഇൽമു പഠിക്കാനുള്ള മാർഗം. അല്ലാതെ ഒരു ഭാഗത്ത് ഖുർആനും ഒരു ഭാഗത്ത് കുറച്ച് ഹദീസിന്റെ ഗ്രന്ഥം എന്നിട്ട് ആരോടും ചോദിക്കാതെ നമ്മളായിട്ട് ഗവേഷണം നടത്തിയിട്ട് കണ്ടെത്തിയാൽ അതൊരു വലിയ സാഹസികതയാണ്. ചിലപ്പോൾ ശരിയായിരിക്കും, ചിലപ്പോൾ തെറ്റായിരിക്കും. അങ്ങനെ ഒരു പരീക്ഷണം നടത്തി നോക്കാൻ മാത്രം നമ്മുടെക്ക് 2 ജീവിതം അല്ലാഹു നൽകിയിട്ടില്ല. ഇതിന് പരാജയപ്പെട്ട അടുത്തിലൊന്ന് പയറ്റി വിജയിക്കാം, അല്ല ഇതിന് വിജയിച്ചു വിചാരിച്ചാൽ അടുത്തിലും ഇങ്ങനെ നോക്കാം. ഇതിന് പരാജയപ്പെട്ട അടുത്തുണ്ടല്ലോ, അടുത്ത നറുക്കിൽ നമുക്ക് വിജയിക്കാൻ നോക്കാം. അങ്ങനെ 2 ജീവിതമല്ല. അതുകൊണ്ട് ജീവിതം കൊണ്ട് നിങ്ങൾ ഒരിക്കലും തന്നെ പരീക്ഷണത്തിന് മുതിരരുത്. നിങ്ങൾ ഉറപ്പുള്ള, കറുപ്പിനെ കറുപ്പായി വെളുപ്പിനെ വെളുപ്പായി വേർതിരിക്കുന്ന രൂപത്തിൽ തന്നെ പോണം. അതുകൊണ്ട് ഉറപ്പുള്ള ശരിയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളെ ചൂണ്ടിക്കാണിച്ചു തന്നില്ലേ, യൻഫൂന അൻഹു തഹരീഫൽ ഗാലി വതഅവീലൽ ജാഹിലീൻ വൻതിഹാലൽ മുബ്തിലീൻ. ഈ ധർമ്മം ശരിക്ക് നിറവേറ്റുന്ന ഉദൂലുകളായ ആളുകൾ, അവരോട് നിങ്ങൾ ചോദിക്കൂ. ഫസ്അലു അഹ്ലൽ ദിക്ർ ഇൻ കുൻതും ലാ തഅലമൂൻ. സൂറത്തുൽ അംബിയായിൽ അല്ലാഹു ആവർത്തിച്ചു, വമാ അർസൽനാ ഖബ്ലക ഇല്ലാ റിജാലൻ നൂഹി ഇലൈഹിം ഫസ്അലു അഹ്ലൽ ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. 2 ആയത്തും തമ്മിലുള്ള വ്യത്യാസം, ആദ്യത്തേതിന് നഹ്ലിൽ മിൻ ഖബ്ലിക്കാന്നുണ്ട്, അംബിയായിൽ മിന്നില്ല, ഖബ്ലക എന്നാണുള്ളത്. വേറൊരു വ്യത്യാസമില്ല. താങ്കൾക്ക് മുമ്പ് പുരുഷന്മാരെയല്ലാതെ മറ്റാരെയും നാം വഹി നൽകി മുർസലീങ്ങളാക്കി നിയോഗിച്ചിട്ടില്ല. ഫസ്അലു അഹ്ലൽ ദിക്ർ. അതുകൊണ്ട് തന്നെ അള്ളാഹു ഇറക്കിയിട്ടുള്ള ഈ ദിക്റാകുന്ന ഇൽമ് ആരുടെ കൈവശമാണോ ഉള്ളത് ആ അഹ്ലുൽ ഇൽമിനോട് നിങ്ങൾ ചോദിക്കൂ. ഇൻ കുൻതും ലാ തഅലമൂൻ. നിങ്ങൾക്കറിയില്ലെങ്കിൽ ആ ചോദ്യവും അത് വായിൽ നിന്ന് കേട്ട് മനസ്സുകൊണ്ട് അത് സ്വീകരിക്കുന്ന രീതി ഇല്ലാത്തയിടത്തൊക്കെ അപാകം കാണുകയും ചെയ്യും. അത് വേറെ തന്നെയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും പറയാ, ഗുരുമുഖത്ത് നിന്ന് പഠിക്കണം എന്ന് പറയുന്നതിന്റെ അർത്ഥം അതാണ്. ആ പറയുന്നതിന്റെ അർത്ഥം അതാണ്, വെറുതെ പറയുന്ന ഒരു കാര്യമല്ല. 2, ഇങ്ങനെയാണെങ്കിൽ 2 തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് വരും. ഇതൊക്കെ ക്രമത്തിൽ, ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ ക്രമത്തിൽ വേണം. ഞാൻ അവസാനം ഒന്ന് ചോദിക്കുന്നുണ്ട്, എത്ര ഉണ്ട് നിങ്ങളിത്? ഒരു സൗകര്യപൂർവ്വം കാറ്റും കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണോ, അതല്ല ശരിക്കും ഇത് മനസ്സിലാകുന്നുണ്ടോന്ന് വേണം. അതുകൊണ്ട് 2 തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് വരും. ഒന്ന്, മുഖററായ മസായിലുകൾ. രണ്ടാമത്തേത് നവാസിൽ മുദ്ലഹിമ്മ. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ.
എന്താണ് മുഖററായ മസായിലുകൾ? യാതൊരു തരത്തിലും തർക്കങ്ങളില്ലാത്തതും മുമ്പ് കാലം മുതലേ പറഞ്ഞു പോന്നിട്ടുള്ളതും അത് നിജപ്പെടുത്തി ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി തലമുറകൾ അമല് ചെയ്ത് സ്ഥിരപ്പെട്ടിട്ടുള്ളതുമായ മുഖററായ മസലകൾ ഉണ്ടാകും. ഇപ്പൊ ഉദാഹരണമായിട്ട് എത്ര നേരമാണ് നിർബന്ധമായി ഒരു മുസ്ലിം നമസ്കരിച്ചിരിക്കേണ്ടത്? ഒരു 24 മണിക്കൂറിൽ രാവിലും പകലിലുമായിട്ട്. ആ മസ്അല മുഖററത്താണ്. 5 നേരം. ഒരു മുസ്ലിം എത്ര നോമ്പുകളാണ് നിർബന്ധമായും എടുത്തിരിക്കേണ്ടത് ഒരു വർഷത്തിൽ? റമളാൻ മാസം മുഴുവൻ. അതുപോലെ തന്നെ സക്കാത്ത് ഏതെല്ലാം സ്വത്തിനാണ്, അതിന്റെ തോതെത്രയാണ്, അത് ആർക്കാണ് കൊടുക്കേണ്ടത്? ഇതെല്ലാം ശർഇൽ തഖ്രീർ ചെയ്യപ്പെട്ടിട്ടുള്ള മസായിലു മുഖററ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് നമ്മുടെ മുന്നിൽ വരും. നമുക്കറിയില്ലെങ്കിൽ അത് പഠിക്കേണ്ട അവസ്ഥ വരും. രണ്ടാമതൊരു തരം പ്രശ്നങ്ങളുണ്ട്. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മുഖററായ മസലയല്ല, പുതിയ പ്രശ്നങ്ങളെ. അങ്ങനെയുള്ളൊരു പ്രശ്നം ഇതിന്റെ മുമ്പ് സമാനമായ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടാകും, പക്ഷെ കൃത്യമായി അങ്ങനെ ഒരു കാര്യം വന്നിട്ടില്ല. അപ്പോൾ ആ വിഷയത്തിൽ കുറച്ചുകൂടി അതിനെ സംബന്ധിച്ചിടത്തോളം നുസൂസുകളിലൂടെ ഇസ്തിഖ്റാ നടത്തിയിട്ട് അതിന്റെ വിധി കണ്ടെത്തേണ്ടി വരുന്ന ഒരു പ്രശ്നമുണ്ട്. മാത്രമല്ല, ആ പ്രശ്നം ഒരു വ്യക്തിയെ മാത്രം ബാധിക്കുന്നതല്ല, അത് മുജ്തമഅിനെ, സമൂഹത്തെ മൊത്തത്തിൽ ബാധിക്കുന്ന വലിയ പ്രശ്നമാണ്. വൈയക്തികമായ ചെറിയ പ്രശ്നങ്ങളല്ല, സമൂഹത്തെ മൊത്തം ബാധിക്കുന്ന പ്രശ്നങ്ങളാവുക. അത് തന്നെയും നൂതനമായ പ്രശ്നങ്ങൾ, പുതിയ പുതിയ പ്രശ്നങ്ങളാണ്. ഇതിനാണ് നവാസിൽ എന്ന് പറയാം. ഇങ്ങനെയുള്ള വിഷയങ്ങൾ 2 തരം പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പാകെ വരും. അങ്ങനെ വരികയാണെങ്കിൽ എന്ത് നമ്മൾ ചെയ്യണം? മുഖററായ മസ്അലകളിൽ ഇൽമുള്ള അഹ്ലുൽ ഇൽമിൽപ്പെട്ടിട്ടുള്ള ആ വിഷയം, അതിന്റെ ഹുക്കുമും അതിന്റെ ദലീലും പറയാൻ പറ്റുന്ന അഹ്ലുസുന്നത്തിൽപ്പെട്ടിട്ടുള്ള പ്രാമാണികരായ യോഗ്യരായിട്ടുള്ള ഏതൊരു ആലിമിനോടും നമുക്ക് ചോദിക്കാം, പ്രശ്നമല്ല. എന്തായിരിക്കണം? അയാൾ ഇൽമുള്ള ആളായിരിക്കണം, അഹ്ലുസുന്നത്തിൽപ്പെട്ട ശരിയായ രൂപത്തിൽ ദീൻ മനസ്സിലാക്കി സ്വീകരിച്ചു പോകുന്ന റസൂലുള്ളാഹിന്റെയും സഹാബത്തിന്റെയും നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള ആ മൻഹജ് അംഗീകരിച്ചു പോകുന്ന ആളായിരിക്കണം. അയാൾക്ക് അതിന് ആ കാര്യത്തെക്കുറിച്ച് ആ മുഖററായ മസ്അല പഠിച്ചിട്ടുണ്ട്. അതിന്റെ ഹുക്കുമും അതിന്റെ ദലീലും അയാൾക്ക് പറയാൻ പറ്റും, അതിന്റെ വിധിയും അതിനുള്ള തെളിവും അയാൾക്ക് പറയാൻ പറ്റും. അങ്ങനെയുള്ള ഒരാളോട് ചോദിക്കാം. അതിന്റെ നേരത്തെ പറഞ്ഞ എല്ലാ ആയത്തുകളും, നേരത്തെ ഞാൻ നിങ്ങൾ ഉദ്ധരിച്ച് കേൾപ്പിച്ച സൂറത്ത് അംബിയായിലെയും സൂറത്ത് നഹലിലെയും വചനങ്ങൾ തന്നെ അതിന്റെ തെളിവാണ്. എന്നാൽ നവാസിലുകൾ, പുതിയ പ്രശ്നങ്ങൾ, അത് സമൂഹത്തെ മൊത്തമായി ബാധിക്കുന്ന പ്രശ്നങ്ങൾ, ഈ പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള ആളുകളോട് ചോദിച്ചാൽ പോരാ. അത് ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഏറ്റവും സീനിയറായിട്ടുള്ള ആളുകളോട് തന്നെ ചോദിക്കണം, അവരിലേക്ക് തന്നെ മടക്കണം. ഇതാണ് വ്യത്യാസം. വിഷയങ്ങളെ നമുക്ക് വേറിരിക്കാൻ സാധിക്കണം എന്നർത്ഥം. ഇപ്പൊ ഞാൻ പറഞ്ഞവിടെ നമ്മുടെ മൻഹജ് വ്യക്തമാക്കിയതിന് ശേഷം അതനുസരിച്ച് നമ്മളൊരു സാഹസികത ചെയ്യല്ല, നമ്മൾ അതിന്റെ ഉലമാക്കളിലേക്ക് മടങ്ങാണ്. ഉലമാക്കളിലേക്ക് മടങ്ങണം. ഉലമാക്കളിലേക്ക് മടങ്ങുമ്പോൾ 2 തരത്തിലുള്ള ഉലമാക്കൾ നമുക്ക് കാണാൻ പറ്റും. ഒന്ന് ഇടത്തരക്കാരായ ഉലമാക്കൾ ഉണ്ടാകും, മറ്റൊന്ന് ഓരോ കാലഘട്ടത്തിലെയും ഏറ്റവും സീനിയറായിട്ടുള്ള ഉലമാക്കളും ഉണ്ടാകും. എല്ലാ ചെറിയ പ്രശ്നങ്ങളും ഈ സീനിയറായിട്ടുള്ള ഒരു ആലിമിനെ കണ്ട് ചോദിച്ച് തീർച്ചപ്പെടുത്താൻ നിന്നാൽ നടക്കണ കാര്യമല്ല. അങ്ങനെ നമ്മളോട് അള്ളാഹ് കൽപ്പിച്ചിട്ടുമില്ല. അതിലിത്ര മാത്രമുള്ളൂ, മസായിലുകൾ മുഖററത്താണെങ്കിൽ മുഹററത്താണെങ്കിൽ അത് വ്യക്തമായി സ്ഥിരീകരിക്കപ്പെട്ട് കഴിഞ്ഞതും അതിന്മേൽ അമല് ചെയ്ത് പോന്നിട്ടുള്ളതും അത് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെട്ടിട്ടുള്ളതുമായ മുഖററായ മസായിലാണെങ്കിൽ ആ വിഷയം കൃത്യമായി അറിയുന്ന അഹ്ലുസുന്നത്തിൽപ്പെട്ട ഏതൊരു ആലിമിനോടും ചോദിക്കൂ, പഠിക്കൂ, അതനുസരിച്ച് അമല് ചെയ്യൂ. അല്ല, നിങ്ങൾ ആശയക്കുഴപ്പത്തിലായിട്ടുള്ളത്, നിങ്ങൾക്ക് തീർപ്പ് ലഭിക്കേണ്ടത് അത് നവാസിലുകളിൽപ്പെട്ട ഒരു നാസിലത്തിലാണ്. പുതുതായുണ്ടായ ഒരു നൂതന പ്രശ്നമാണ്. ആ പ്രശ്നം മുഖററത്തായ മസ്അലകളിൽ പെടില്ല. അത് എല്ലാവരെയും ബാധിക്കുന്ന വലിയ പ്രശ്നമാണെങ്കിൽ വലുതിന് വലിയ ആളുകളെ തിരയണം. അതത് കാലഘട്ടങ്ങളിലുള്ള ഏറ്റവും സീനിയറായ ഉലമാക്കളിലേക്ക് നമ്മൾ അത് മടങ്ങുകയും ചെയ്യണം.
അതിനുള്ള തെളിവ് സൂറത്തുൻ നിസായിലുള്ള വചനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഇദാ ജാഅഹും അംറുൻ മിനൽ അംനി അവിൽ ഖൗഫി അദാഉ ബി വലൗ റദ്ദൂഹു ഇലർ റസൂലി വഇലാ ഉലിൽ അംരി മിൻഹും ലഅലിമഹു അല്ലദീന യസ്തംബിതൂനഹു മിൻഹും വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മതുഹു ലത്തബഅ്തുമുശ് ശൈത്താന ഇല്ലാ ഖലീലാ. റഖമുൽ ആയ 83. 83ാമത്തെ വചനാണ് നിസായിലുണ്ട്. എന്താ പറയണത്? വഇദാ ജാഅഹും അംറുൻ മിനൽ അംനി അവിൽ ഖൗഫ്, അവർക്ക് സുരക്ഷിതത്വം നൽകുന്ന, നിർഭയത്വം നൽകുന്ന ഒരു പുതിയ സ്ഥിതിവിശേഷം, ഒരു കാര്യമുണ്ടായാൽ, അത് സംജാതമായി കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ അവരെ പേടിപ്പെടുത്തുന്ന ഭീതിജനകമായ ഒരു സ്ഥിതിവിശേഷം സംജാതമായി കഴിഞ്ഞാൽ, എല്ലാവരെയും ബാധിക്കുന്ന ഒരു പുതിയ പ്രശ്നമാണ്, ഒരു പുതിയ പ്രതിഭാസമാണ്. അതൊരു പക്ഷേ അവർക്ക് സുരക്ഷിതത്വമേകുന്നതാകാം, അല്ലെങ്കിൽ അവർക്ക് ഭീതി ഉണ്ടാക്കുന്നതാകാം, ഒന്നുകിൽ അവർക്ക് നാശം വരുത്തുന്നതാകാം, ഒന്നുകിൽ അവർക്ക് നേട്ടം വരുത്തുന്നതാകാം. ഇങ്ങനെയുള്ള ഒരു പുതിയ നാസിലത്ത് വന്നു കഴിഞ്ഞാൽ അദാഉബി, ജനങ്ങളുടെ പ്രത്യേകത എന്താണ്? ജനങ്ങൾക്ക് ചില ചാപല്യങ്ങളുണ്ട്. ഉടനെ തന്നെ അത് അടിച്ചു പരത്തും, അവർ പ്രചരിപ്പിക്കും. അങ്ങനുണ്ട്, ഒന്നായിട്ട് പരത്തും. ഇതൊരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഒരിക്കലും ഉൾപ്പെടാൻ പറ്റാത്ത രീതിയാണ്, അവന്റെ മനഹജിൽ ഉൾപ്പെടാത്ത കാര്യമാണ്. അതിനെക്കുറിച്ച് അവൻ എല്ലാ കണ്ട കാക്കയോടും പൂച്ചയോടും നാട്ടിലാകെ അത് പരത്തി നടക്കുക എന്നതൊരു മുസ്ലിമിന്റെ വഴിയല്ല. മറിച്ച് എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെയുള്ള ഒരു നാസിലത്ത് സംഭവിച്ചാൽ വലൗ റദ്ദൂഹു ഇലർ റസൂലി വഇലാ ഉലിൽ അംരി മിൻഹും, റസൂലുള്ള ജീവിച്ചിരിക്കുമ്പോൾ ഏറ്റവും സീനിയർ റസൂലുള്ള തന്നെയാണ്, അതിന്റെ അപ്പുറം വേറൊരാളില്ല. റസൂലുള്ളാന്റെ അടുക്കലേക്ക് ആ കാര്യം എത്തിക്കണം, റസൂലുള്ളാന്റെ ശ്രദ്ധയിൽപ്പെടുത്തണം. അതിന്റെ നിജസ്ഥിതി, ഇതിൽ നമ്മൾ എങ്ങനെയാണ് കൈഫ നതആമലു മഅ, ഈ നാസിലത്തിൽ എങ്ങനെയാണ് നമ്മൾ ഡീൽ ചെയ്യേണ്ടത് എന്ന് റസൂലുള്ളാഹിനോട് ചോദിക്കണം. ഇനി റസൂലുള്ള ജീവിച്ചിരിക്കാത്ത കാലത്താണെങ്കിൽ, അല്ലെങ്കിൽ റസൂലുള്ളാഹിനെ കിട്ടാത്ത ഒരു പ്രദേശത്താണെങ്കിൽ, ഉലിൽ അംരി മിൻഹും, അവരുടെ കൂട്ടത്തിൽപ്പെട്ടിട്ടുള്ള ഉലുൽ അംർ എന്ന് പറഞ്ഞാൽ കൈകാര്യകർത്താക്കൾ, കൈകാര്യം ചെയ്യുന്നത് ഒന്നുകിൽ അധികാരം നൽകപ്പെട്ടിട്ടുള്ള ഭരണാധികാരികൾ, അല്ലെങ്കിൽ ഇൽമ് നൽകപ്പെട്ടിട്ടുള്ള ഉലമാക്കൾ, അഹ്ലുൽ ഇൽമ്. ആ അഹ്ലുൽ ഇൽമിൽപ്പെട്ടിട്ടുള്ള ഉലുൽ അംർ, അവരിലേക്ക് അവർ കാര്യം മടക്കണം. എങ്കിൽ ലഅലിമഹുല്ലദീന യസ്തംബിതൂനഹു മിൻഹും, അവരുടെ കൂട്ടത്തിൽ നിന്നും അതിന്റെ നിജസ്ഥിതി പുറത്തു കൊണ്ടുവരാൻ സാധിക്കുന്ന ആളുകൾ കാര്യങ്ങൾ ശരിക്ക് അന്വേഷിച്ച് നിജസ്ഥിതി പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും. അപ്പൊ അതനുസരിച്ച് എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ആ പ്രശ്നത്തെ കൈകാര്യം ചെയ്യേണ്ടത് എന്ന കാര്യം അവർ നിങ്ങൾക്ക് തീർപ്പ് നൽകും. അതാണ് സ്വീകരിക്കേണ്ടത്, അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാത്ത സ്വഭാവം നിങ്ങളിൽ കണ്ടുപോയി, വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മതു, അല്ലാഹുവിന്റെ ഫദ്ലും അവന്റെ റഹ്മത്തും അവൻ നിങ്ങൾക്ക് നൽകിയിട്ടില്ലായിരുന്നുവെങ്കിൽ ലത്തബഅ്തുമുശ് ശൈത്താന ഇല്ലാ ഖലീല, നിങ്ങളിൽ വളരെ കുറച്ചാളുകൾ ഒഴിച്ച് ഭൂരിഭാഗം ആളുകളും പിശാചിനെ പിന്തുടർന്നു പോകുമായിരുന്നു. ഇങ്ങനെയുള്ള ഒരു നാസിലത്ത് വരുമ്പോൾ അത് പ്രചരിപ്പിക്കുക എന്നുള്ളതോ, അത് അഹ്ലുൽ ഇൽമിലേക്ക്, കിബാറിലേക്ക് മടക്കാതെ അവർ തന്നെ തീരുമാനമെടുക്കുക എന്നുള്ളതോ പൈശാചികമാണ്. അത് പിശാചിനെ പിന്തുടരലാണ്. ആ വിഷയത്തിൽ നമുക്ക് ഭൂഷണമായിട്ടുള്ളത് കിബാറിലേക്ക് കാര്യങ്ങൾ മടക്കുക മാത്രമാണ്. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ രണ്ടു തരം മസലകളും വേർതിരിച്ചറിയാനുള്ള കഴിവ് നമുക്ക് വേണം. ഇപ്പൊ ഉദാഹരണമായി പറഞ്ഞാൽ, വുളു ഉണ്ടാക്കുന്ന സമയത്ത് എങ്ങനെയാണ് തല തടവേണ്ടത്, എങ്ങനെയാണ് ചെവി തടവേണ്ടത്, ഈ കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഈ കാലത്ത് ജീവിക്കുന്ന ഉലമാക്കളിൽ ഏറ്റവും കബീറായിട്ടുള്ള, ഏറ്റവും പ്രായവും ഏറ്റവും അറിവും ഏറ്റവും തഖ്വയുമുള്ള ആൾ ആരാണ് എന്ന് കണ്ടെത്തി അയാളോട് ചോദിക്കണോ? അതിന്റെ യാതൊരു കാര്യമില്ല. കാരണം വഹിയ മസ്അല ഫർഇയ്യ മുഖററത്തുൻ ഫീ കുതുബിൽ ഫുറൂ', അതിന്മേൽ അമല് ഇന്നേ വരെയുള്ള ഈ കാലഘട്ടം വരെ അമല് ചെയ്ത് പോന്നിട്ടുള്ളതുമാണ്. അത് ആ വിഷയം പഠിച്ചിട്ടുള്ള ശരിയായ മൻഹജിലുള്ള അഹ്ലുസുന്നത്തിൽപ്പെട്ട ഏതൊരു ആലിമിനോടും ചോദിക്കാൻ, പഠിക്കാൻ, ചെയ്യാം, തെളിവെടുത്ത്. നേരെ മറിച്ച് വലിയൊരു ഗൗരവതരമായ ഒരു പ്രശ്നം വന്നു, വളരെ ഗൗരവതരമായ, മൊത്തത്തിൽ ഉമ്മത്തിനെ ബാധിക്കുന്ന ഒരു പ്രശ്നം വന്നു. ആ പ്രശ്നം വന്നാൽ നമ്മൾ ആരോട് ചോദിക്കും? നമ്മളെ നാട്ടിൽ ഇടക്കിടക്ക് പ്രസംഗിക്കാൻ വരുന്ന ഇന്ന പ്രാസംഗികനുണ്ടല്ലോ, ഓനോട് വിളിച്ചു വെച്ചാ, ഒരു ലോക്കൽ കാളല്ലേ വരുള്ളൂ.
ഇപ്പൊ ലോക്കൽ കാർഡ് 29 പൈസ 2 റുപ്യ അങ്ങനെയൊക്കെയാണ്. അപ്പൊ അതനുസരിച്ച് ഉടനെ തന്നെ ഓനെ വിളിച്ചു. അവന്റെ തലയിൽ ഉദയം ചെയ്തിട്ടുള്ള ഒരു ആശയം മറുപടിയും കൊടുത്തു. ഓ മതി. ഇതതിന്റെ രീതിയല്ല. വലുതിന് വലിയ ആളുകൾ തന്നെയാണ്. മസ്തല മുഖററത്തല്ലെങ്കിൽ വൈകാനത്തിനാസിലത്തം മുജ്ലഹിമ്മ, അതിനാസിലത്താണെങ്കിൽ ആ കാര്യത്തെ ഉലുല്ലംറിലേക്ക് അകാബിറിലേക്ക് നിങ്ങൾ മടക്കുക തന്നെ വേണം. ഇനി അകാബിറുമുണ്ട് അസാഹിറുമുണ്ട്, രണ്ടു കൂട്ടരെയും നമുക്ക് കിട്ടാനുണ്ട്. അള്ളാഹു നമുക്ക് നൽകിയ മഹത്തായ അവന്റെ ഒരു ഫളാണത് എന്ന് വിചാരിക്കുക. വളരെ സീനിയറായിട്ടുള്ള ഉലമാക്കളുണ്ട്, ഇടത്തരക്കാരായിട്ടുള്ള ഉലമാക്കളുണ്ട് എങ്കിൽ ആ വിഷയത്തിൽ ഏതൊരു വിഷയം വരുമ്പോഴും ആ വിഷയം ഇവരുടെ സാന്നിധ്യത്തിലാണെങ്കിൽ അവരെ ലഭ്യമാണെങ്കിലും അകാബിറിലേക്ക് തന്നെ മടക്കണം. അത് അവരോട് നടത്തുന്ന ഇൽമിനോട് കാണിക്കുന്ന ബഹുമാനത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തഖ്ദീമുൽ അകാബിർ, നവാസിലുകൾ അകാബിറിലേക്കേ മടക്കാവൂ. എന്നാൽ മസായില് മുഖററ അഹ്ലുൽ ഇൽമിൽ നിന്ന് ഇൽമുള്ള ആരിലേക്കും മടക്കാവുന്നതാണ്. രണ്ടു കൂട്ടരും നമുക്ക് ലഭ്യമാകുന്ന സന്ദർഭത്തിൽ കിബാറിന് നമ്മൾ മുൻഗണന നൽകുകയും വേണം. തഖ്ദീമുൽ അകാബിർ. ودليله ما أورد الحاكم في مستدركه عن ابن عباس رضي الله تعالى عنه. അതിനുള്ള ദലീല് കേട്ടോളൂ. ഇമാം ഹാക്കിം അദ്ദേഹത്തിന്റെ മുസ്തദറക് അല സഹീഹൈൻ എന്ന് പറയുന്ന പ്രസിദ്ധമായ ഹദീസ് സമാഹാരത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വഹുവ ഹബ്റു ഹാദിഹിൽ ഉമ്മ, അദ്ദേഹത്തിൽ നിന്നുള്ള ഒരു റിവായത്ത് കൊടുക്കുന്നുണ്ട്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൽ ബറകതു മഅ അകാബിരിക്കും. അൽ ബറക, നിങ്ങൾക്ക് ബർക്കത്ത്. എന്താ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ അൽ ഖൈറു ദായിമുൽ കസീർ. ഖൈർ ഒരു കിഞ്ചല്ല, ഖൈറുൽ കസീർ, വർദ്ധിച്ച തോതിലുള്ള ഖൈർ. അത് 2 ദിവസം 3 ദിവസം നിലനിൽക്കുന്നതല്ല, അദ്ദായിം, നിത്യമായി നിലനിൽക്കുന്ന വലിയ തോതിലുള്ള വർദ്ധമാനമായ തോതിലുള്ള ഖൈർ നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, ബറക്കത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് ആരിൽ നിന്നാണ് കിട്ടുക? മഅ അകാബിരിക്കും, നിങ്ങളുടെ കൂട്ടത്തിലെ അകാബിറിൽ നിന്നേ അത് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അവരുടെ കൂടെ ആയിരിക്കും ഖൈറും ബർക്കത്തും ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഉദ്ദേശിക്കുന്നത് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള, നമ്മൾ തേടുന്നത് സബീലുൽ ഫളീല, ഫളീലയുടെ വഴിയാണ്. അതുകൊണ്ട് അകാബിറുണ്ടെങ്കിൽ അകാബിറിന് മുൻഗണന കൊടുക്കണം. ഹദീസുൻ സഹീഹ് അലാ ശർത്തി മുസ്ലിം. ഇമാം മുസ്ലിമിന്റെ റാവിമാരിൽ നിന്നാണ് ഹാക്കിമി ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ളത്. വസഹഹു അൽ ഇമാമുൽ അല്ലാമത്തുൽ അൽബാനി റഹിമഹുല്ലാഹ് ഫീ സഹീഹി തർഗീബ് വത്തർഹീബ്. അൽബാനി അത് സഹീഹാണ് എന്ന് ഗ്രേഡ് തിരിച്ചിട്ടുള്ള ഹദീസുമാണ്. ആ ഹദീസ് മുൻനിർത്തിയിട്ട് നമുക്ക് പറയാം, നമ്മെ സംബന്ധിച്ചിടത്തോളം നാസിലത്താണെങ്കിൽ കിബാറിലേക്ക് മാത്രമേ മടക്കാവൂ, അതിൽ താഴെയുള്ള ആളുകളിലേക്ക് മടക്കരുത്. എന്നാൽ അല്ലാത്ത മസലകൾ മറ്റുള്ളവരിലേക്കും മടക്കാം. പക്ഷേ 2 കൂട്ടരും, സാധാരണ ഇടത്തരം ഉലമാക്കളും കിബാറും നമുക്ക് ലഭ്യമാണെങ്കിൽ കിബാറിന് മുൻഗണന കൊടുക്കണം. അതിലാണ് ബർക്കത്ത് അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്നത്. അതേ സന്ദർഭത്തിൽ ഒരിക്കലും അസാഹിറിലേക്ക് നമ്മൾ ഇത്തരം കാര്യങ്ങൾക്കുള്ള പരിഹാരം തേടി പോകരുത്. എന്താ അസാഹിർ എന്നുള്ളത് മനസ്സിലാക്കണം കേട്ടോ. ചെറിയ ആൾക്കാർ ഇത് മാത്രം വാക്കർത്ഥം കൊണ്ട് മനസ്സിലാക്കരുത്. അസാഹിർ ഞാൻ വിശദീകരിക്കാം. അസാഹിറിലേക്ക് പോകരുത്. ഈ കാര്യത്തിൽ നമ്മുടെ ആളുകൾ ഉറച്ചു നിന്നാൽ ലൗ സഖത്തൽ ജാഹിൽ ലസഖത്തൽ ഖിലാഫ് എന്ന അറബിയിലും ചൊല്ലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ജാഹിലിയങ്ങൾ നാവടക്കാൻ നിർബന്ധിതരാവും. അവർ നാവടക്കിക്കഴിഞ്ഞാൽ സമൂഹത്തിൽ ഇന്ന് കാണുന്ന ഭിന്നിപ്പ്, ഒട്ടുമിക്ക ഭിന്നിപ്പും അതോടുകൂടി ഇല്ലാതായി തീരുകയും ചെയ്യും. മറിച്ച് ഈ അസാഹിറിനെ നമ്മളാണ്, സാധാരണക്കാരാണ് പൊക്കി വലുതാക്കി മോള് കയറ്റി വെക്കുന്നത്. അവരെ പൊക്കി വലുതാക്കി മോള് കയറ്റി വെക്കുമ്പോൾ അവർ ജഹാലത്ത് വിളിച്ചു പറയും. അത് പരസ്പരം ഇവരുടെ ജഹാലത്തുകൾ തമ്മിൽ ഏറ്റുമുട്ടും. ഇതാണ് ഇവിടുത്തെ ഈ രംഗം കൂടുതൽ കൂടുതൽ വഷളാക്കി തീർക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഇമാം ഇബ്നുൽ മുബാറക് അദ്ദേഹത്തിന്റെ സുഹുദിലും, അതുപോലെ തന്നെ ഇമാം അൽ-ലാലകായി അദ്ദേഹത്തിന്റെ ശർഹ് ഉസൂൽ ഇഅ്തിഖാദ് അഹ്ലി സുന്നത്തി വൽ ജമാഅ എന്ന ഗ്രന്ഥത്തിലും ഉദ്ധരിക്കുന്ന ഹദീസ്, ഇന്ന മിൻ അശ്റാത്തിസ് സാഅഹ്, ഖിയാമത്ത് നാൾ അടുത്തിരിക്കുന്നു എന്നതിനുള്ള പ്രകടമായ ലക്ഷണങ്ങളിൽപ്പെട്ടതാണ്.
അയ്യുൽതമസൽ ഇൽമു ഇൻദൽ അസാഗിർ, നിങ്ങൾ ഇൽമു തേടുക എന്നുള്ളത് ആരോട്? അസാഗിറിന്റെ അടുക്കൽ പോയിട്ട്. അസാഗിർ, സഗീർ എന്നതിന്റെ ബഹുവചനമാണ് അസാഗിർ. അതിന് ആ വാക്കർത്ഥം മനസ്സിലാക്കി വെക്കരുത്. ആരാണ് മൻഹുമുൽ അസാഗിർ എന്നത് നിർവചിക്കപ്പെട്ടിട്ടുള്ളതാണ്. ആ നിർവചനത്തോടു കൂടി പഠിക്കണം, ഞാൻ പറയാം. അതുകൊണ്ട് നമുക്ക് ആരോട് ചോദിക്കാം, ആരോട് ചോദിക്കരുത്, ആരോട് ചോദിക്കാം, ആരോട് ചോദിക്കാം, ആ വേർതിരിവുണ്ട്. രണ്ടു കൂട്ടരും നമുക്ക് ലഭ്യമാണെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള തീരുമാനമുണ്ട്. ഒക്കെ നമ്മുടെ മുന്നിലുണ്ടായി. ഖുർആനും സുന്നത്തിലേക്കും മടക്കണം. അതിന് സുന്നത്തിന് ദഈഫിനെ വേർതിരിക്കണം. ഖുർആന്റെയും സുന്നത്തിന്റെയും അർത്ഥം തെറ്റാതിരിക്കാൻ വേണ്ടി സഹാബത്തിന്റെ ഫഹ്മ അവലംബിക്കണം. മാത്രമല്ല അത് വെച്ചുകൊണ്ട് നമ്മൾ സാഹസികതയ്ക്ക് മുതിരരുത്. അല്ലാഹു ആ ഇൽമ് വഹിക്കാൻ വേണ്ടി ഏർപ്പാട് ചെയ്തിട്ടുള്ള ഉദൂലുകൾ, അവരാണ് അതിന്റെ ആളുകൾ. അവരോട് ചോദിച്ചു പഠിക്കണം. അവരോട് ചോദിക്കലാണ്, സുആലാണ് അതിനുള്ള ഇൽമ് നേടാനുള്ള മാർഗം. അതല്ലാതെ ബഹ്സല്ല, ഗവേഷണമല്ല, സുആലാണ് അതിനുള്ള മാർഗം. അങ്ങനെ ചോദിച്ചു പഠിക്കണം. അങ്ങനെ ചോദിച്ചു പഠിക്കുമ്പോൾ രണ്ട് തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിൽ വരും. ഒന്ന് മസായിലു മുഖററ, മറ്റൊന്ന് നവാസിലു മുദ്ലഹിമ്മ. നവാസിലു മുദ്ലഹിമ്മ എന്നത് അത് അഖസ്സായ ഉലമാക്കൾക്ക്, കിബാറിനു മാത്രം അവകാശപ്പെട്ടതാണ്. അവരിലേക്കല്ലാതെ അത് ചോദിക്കാൻ പാടില്ല. അല്ലാത്ത മസായിലുകൾ, മുഖററത്തായ മസായിലുകൾ, അത് അഹ്ലുൽ ഇൽമിൽപ്പെട്ട ആരോടും ചോദിക്കാൻ പ്രശ്നമില്ല. എന്നാൽ നമ്മുടെ മുമ്പാകെ അഹ്ലുൽ ഇൽമിൽപ്പെട്ടുള്ള കിബാറുമുണ്ട്, അല്ലാത്തവരുമുണ്ട്. എങ്കിൽ കിബാറിന് മുൻഗണന കൊടുക്കണം, അവരെ മുന്തിക്കുക തന്നെ വേണം. എന്നാൽ ചോദിക്കാൻ പാടില്ലാത്തൊരു വിഭാഗമുണ്ട്, അവരാണ് അസ്വാഗിർ. അവരോട് ഇൽമ് ചോദിക്കപ്പെടുക എന്ന് കണ്ടാൽ മനസ്സിലാക്കിക്കോളൂ, ഒരു ചാണകല ഖിയാമം എത്തി നിൽക്കുന്നുണ്ട്, വളരെ അടുത്തു വന്ന് നിൽക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. അതുകൊണ്ടാണ് ലാലക്കായി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ്, ഇന്ന മിൻ അശ്റാത്തിസ് സഅ അൻ യുൽതമസൽ ഇൽമു ഇൻദൽ അസാഗിർ. ഖിയാമത്ത് നാളിന്റെ ലക്ഷണത്തിൽപ്പെട്ടതാണ് ഇൽമ് അസാഗിറിന്റെ അടുക്കൽ പോയി ചോദിക്കുക എന്നുള്ളത്. മാത്രമല്ല അസാഗിറിനെ നിന്ന് സ്വീകരിക്കരുത് എന്നുള്ളതിനുള്ള അടുത്ത തെളിവ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള ഒരു അസർ കൂടി ഞാൻ ഉദ്ധരിക്കാം. ഇതുവരെ ഞാൻ പറഞ്ഞതൊക്കെ എന്തായിരുന്നു? ഹദീസുകളാണ്. ഇനി ഒരു അസർ കൂടി പറയാം. വഹുവ മാ ഉസിറ അൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു. ഇബ്നു മസ്ഊദിൽ നിന്നുള്ള അസറാണ്. അദ്ദേഹം പറഞ്ഞു, വലാ യസാലു നാസു ബിഖൈർ, ജനങ്ങൾ ഖൈറിലായിക്കൊണ്ടേയിരിക്കും, അവരുടെ അവസ്ഥ ഖൈറായി തന്നെ തുടരും. മാ അഖദുൽ ഇൽമ അൻ അകാബിരിഹിം, അവർ ഇൽമ് അകാബിറിൽ നിന്ന് സ്വീകരിക്കുന്നിടത്തോളം കാലം. അകാബിറിൽ നിന്നാണ് അവർ ഇൽമ് സ്വീകരിക്കുന്നത് എങ്കിൽ ഖൈറിൽ തന്നെയാണ് ജനം, യാതൊരു സംശയമല്ല. വഅൻ ഉമനാഇഹിം, അവരുടെ കൂട്ടത്തിലെ വിശ്വസ്തരായ ഉദൂലുകളായ ആളുകളിൽ നിന്നേ അവർ സ്വീകരിക്കുന്നുള്ളൂ എങ്കിൽ അവർ ഖൈറിൽ തന്നെയാണ്. വഉലമാഇഹിം, അവരുടെ കൂട്ടത്തിലെ അഹ്ലുൽ ഇൽമിൽ നിന്ന് മാത്രമേ അവർ ഇൽമ് സ്വീകരിക്കുന്നുള്ളൂ എങ്കിൽ അവർ ഖൈറിൽ നിന്ന് തന്നെയാണ്. അകാബിർ, ഉമന, ഉലമ, മൂന്ന് പദങ്ങളാണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്. വിശ്വസ്തരായിട്ടുള്ള, ആദിലീങ്ങളായിട്ടുള്ള, പ്രാമാണികരായിട്ടുള്ള ആളുകൾ, ഇൽമിന്റെ വാഹകരായിട്ടുള്ള ആളുകൾ ഉലമ, അവരുടെ കൂട്ടത്തിലെ കിബാർ, അകാബിർ, അവരോട് ഇൽമ് സ്വീകരിക്കുന്നിടത്തോളം നിങ്ങളുടെ കാര്യം സുരക്ഷിതമാണ്, നിങ്ങൾ ഖൈറിലാണ്. ഫൈദാ അഖദൂഹു, എന്നാൽ ജനം ഇൽമ് സ്വീകരിക്കാൻ തുടങ്ങിയാലോ, അൻ സിഗാരിഹിം വശിറാരിഹിം, അവരുടെ കൂട്ടത്തിലെ സിഗാറിൽ നിന്ന്, വശിറാരിഹിം, അവരുടെ കൂട്ടത്തിലെ ചീത്ത ആളുകളിൽ നിന്ന്, ദുഷ്ടന്മാരിൽ നിന്നും, സിഗാറിൽ നിന്നും ഇൽമ് സ്വീകരിക്കാൻ തുടങ്ങിയാൽ ഹലകൂ, അവർ നശിച്ചു. നമ്മുടെ നാശം അവിടെ പൂർത്തിയായി. അതുകൊണ്ട് ഇൽമ് സ്വീകരിക്കാൻ പറ്റാത്ത ടീം അൽ അസാഗിർ വശിറാർ, അസാഗിറാണ്, ഷിറാറാണ്. ഇനി നമ്മൾ ആരാണ് അസാഗിർ, ആരാണ് ഷിറാർ എന്ന് കൂടി ഞാൻ പറഞ്ഞു തരണം. നേരത്തെ ആരാണ് ഉദൂര് എന്നുള്ളത് ഞാൻ ചൂണ്ടിക്കാണിച്ചു തന്നല്ലോ, അതേമാതിരി ചൂണ്ടിക്കാണിച്ചു തരാം. അല്ലാതെ ലിസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമല്ലത്. ദീനിന്റെ കാര്യങ്ങളൊക്കെ മുതഅല്ലിഖത്തുൻ ബിഔസാഫിൻ മുതഅയ്യിന. എന്താണ് ഈ അസാഗിറിന്റെ ഔസാഫുകൾ? ഔസാഫ് പറഞ്ഞുതരാം, നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. അബൂദാവൂദ് അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. ആ ഹദീസ് സഹീഹാണ് എന്ന് അല്ലാമത്തുൽ അൽബാനി അതിനെക്കുറിച്ച് പരിശോധിച്ച് വിധി പറയുകയും ചെയ്തിട്ടുണ്ട്.
ഖാല അലിയുൻ റളിയല്ലാഹു തആല അൻഹു വഅർളാഹ്. അലി ഇബ്നു അബീ ത്വാലിബിൽ നിന്നാണ് റിവായത്ത്. അദ്ദേഹം പറയുന്നു, സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, യഅതി ഫീ ആഖിരിസ് സമാൻ, അവസാന കാലത്ത് വരും, ഖൗമുൻ, ഒരു പറ്റം ആളുകൾ, ഹുദസാഉൽ അസ്നാൻ, അവർ വയസ്സുകൊണ്ട്, തിന്നെന്ന് പറഞ്ഞാൽ പല്ല് അഥവാ വയസ്സുകൊണ്ട് എളിമക്കാരാണവര്, ചെറുപ്പക്കാരാണവര്. സുഫഹാഉൽ അഹ്ലാം, അവരുടെ ലക്ഷണങ്ങൾ ഓരോന്ന് എഴുതി വെച്ചോളൂ. വയസ്സുകൊണ്ട് കുറഞ്ഞോലാണ്, ഹിൽമ് കൊണ്ട്, തന്റേടം കൊണ്ട്, വിവേകം കൊണ്ട്. സുഫഹ, അവര് വിഡ്ഢികളാണ്. പ്രായക്കുറവെന്ന് മാത്രമല്ല, പ്രായക്കുറവ് മാത്രം ഇതിന്റെ ഒരു ലക്ഷണമല്ല, അതേ സന്ദർഭത്തിൽ ഹിൽമില്ല, അവര് വിഡ്ഢികളാണ്. പിന്നെ അവരുടെ പ്രത്യേകത എന്താണ്? യഖൂലു മിൻ ഖൗലി ഖൈരിൽ ബരിയ്യ, അവരുടെ സംസാരത്തിൽ ഖൈറുൽ ബരിയ്യത്തായ റസൂലുള്ളാഹിന്റെ വചനം അവർ ഉദ്ധരിച്ചു എന്ന് വരും, ഹദീസുകൾ അവർ ഉദ്ധരിക്കും. പക്ഷേ യംറുഖൂന മിനൽ ഇസ്ലാമി കമാ യംറുഖു സഹ്മു മിനർ റമിയ്യ, അവരത് ഉദ്ധരിക്കുന്നു എന്നല്ലാതെ ഇസ്ലാമിൽ നിന്ന് ഇസ്ലാമിനെയും തുളച്ച് പുറത്തേക്ക് പോകും. ഏതുപോലെ നല്ലൊരു അമ്പ് കൊണ്ട് ഒരു ഉരുവിനെ ഇതെന്ന് ആലോചിച്ചു നോക്കും. ആ ഉരുവിന്റെ ശരീരത്തിൽ അമ്പങ്ങോട്ട് തുളഞ്ഞിട്ട് ഇങ്ങേ പുറത്ത് കൂടിയാൽ പോകുന്നത് പോലെ അവർ ഇസ്ലാമിന്റെ കൂടി തുളച്ചാൽ പോകും. ഇസ്ലാമിന്റെ ഉള്ളിൽ അവരില്ല, പുറത്ത് പോയിരിക്കുകയാണ്. അവരുടെ ഈമാൻ, അവരുടെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടില്ല. അത് ഞങ്ങൾക്ക് ഈമാനുണ്ട്, ഞങ്ങൾക്ക് എൽമുണ്ട്, ഞങ്ങൾ പണ്ഡിതന്മാരാണ്, റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയുണ്ട് എന്നുള്ള വാചകം മാത്രമാണ്. വാചകം അള്ളാഹുവിലേക്ക് ഉയരണമെങ്കിൽ വൽ അമലു സ്വാലിഹു യർഫഉഹു, ഒരാൾ പറയുന്ന ഒരു വാക്കും അള്ളാന്റെ അടുക്കലേക്ക് ഉയർത്തപ്പെടൂല. അത് ഉയർത്തണമെങ്കിൽ ആ വാക്കിനുള്ള മിസ്ദാഖ് അയാളുടെ സ്വാലിഹായ അമല് കൊണ്ട് തെളിയിക്കണം. വൽ അമലു സ്വാലിഹു യർഫഉഹു, സ്വാലിഹായ അമലെ അയാളുടെ ഈ വാക്കുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തുള്ളൂ. അതുകൊണ്ട് ഇവർക്ക് അമലു സ്വാലിഹത്തില്ല, അതുകൊണ്ട് അവരുടെ തൊണ്ടക്കപ്പുറത്തേക്ക് ആ വാക്ക് പോകുന്നില്ല. ഫൈനമാ ലഖീതുമൂഹും ഫഖ്തുലൂഹും, അവരെ നിങ്ങൾ എവിടെ വെച്ച് കണ്ടാലും അവരെ വധിച്ചു കളയൂ. ഫഇന്ന ഖത്ലഹും അജ്റുൻ ലിമൻ ഖതലഹും യൗമൽ ഖിയാമ, അവരെ വധിച്ചു കളയുന്ന ആളുകൾക്ക് അത് പ്രതിഫലമായിരിക്കും ഖിയാമത്ത് നാളിൽ. ഈ സ്വഭാവത്തിലുള്ള ചില ആളുകൾ, ഇവരാണ് ശിഗാറിനുള്ള ഏറ്റവും നല്ല ലക്ഷണം. ഇതാണ് എന്തൊക്കെ ലക്ഷണം പറഞ്ഞത്? ഒന്ന്, ഹുദസാഉൽ അസ്നാൻ, പ്രായം കുറഞ്ഞവരായി. സുഫഹാഉൽ അഹ്ലാം, തലയിൽ ആൾപ്പാർപ്പില്ലാത്തവര്. അവരെന്നാലോ വാക്ക് ഭയങ്കരം വലിയ വാക്കായിരിക്കും. യഖൂലു മിൻ കലാമി ഖൈരിൽ ബരിയ്യ, അഷ്റഫായ റസൂലുള്ളാഹിന്റെ വചനങ്ങൾ എടുത്തിട്ട് അവർ കളിക്കും. പക്ഷെ അത് നാവ് കൊണ്ട് പറയണ ഈ വാക്ക് ഇതിന്റെ അപ്പുറത്തേക്ക് ഉയർത്താൻ അവർക്ക് അമലു സ്വാലിഹ് ഇല്ലാത്തത് കൊണ്ട് ലാ യുജാവിസു ഈമാനുഹും ഹനാജിറഹും, അവരുടെ ഈമാൻ അവരുടെ ഹനാജിറിൽ നിന്ന് മേലേക്ക് ഉയർത്തപ്പെടുകയില്ല. അവർ ദീനിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. കമാ യംറുഖു സഹ്മു മിനർ റമിയ്യ, ഇവരാണ് സിഗാർ. ഇവരാണ് സിഗാർ. ഇത്രയും പറഞ്ഞിട്ടും തിരിഞ്ഞിട്ടില്ല നിങ്ങൾക്ക്. ചില ആൾക്കാർക്ക് ഇപ്പോഴും സിഗാറിനെ മനസ്സിലായിട്ടില്ല. എന്നാൽ ഇബ്നുൽ മുബാറക് റഹിമഹുല്ലാഹു തആല, അദ്ദേഹം നിങ്ങൾക്ക് ഈ വചനത്തെ വിശദീകരിച്ചു തരുന്നത് ഞാൻ കേൾപ്പിച്ചു തരാം. وقد فسر ابن المبارك الأصاغر بأهل الأهواء والبدع. ഇബ്നുൽ മുബാറക് അസാഗിർ എന്നുള്ളത് ആരാണ്? ബിദ്അത്തിന്റെയും ഹവയുടെയും ആളുകളാണ് അസാഗിർ. ഇപ്പൊ തിരിഞ്ഞോ? ഇപ്പൊ നിങ്ങൾക്ക് ആളുകളെ പിടുത്തം കിട്ടിയല്ലോ. ഖാല അല്ലാഹു വഖാല റസൂലുഹു വഖാല സ്വഹാബത്തു എന്ന പരിധി വിട്ടിട്ട് അവര് നൂതനമായ പുതിയ 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 ഇതുവരെ ലോകത്തുണ്ടാകാത്ത കാര്യമാണ്, നമ്മൾ മാത്രമായി തുടങ്ങിയിട്ടുള്ള രീതിയാണ്, നമ്മളായിട്ടുണ്ടാക്കിയിട്ടുള്ളതാണ് എന്ന് കാണുന്നില്ലേ? ഓരോ വർഷം ഒന്നും വേണ്ട, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വഴിയോരത്തുള്ള ഓരോ പള്ളിയിലും നടന്നുകൊണ്ടിരിക്കുന്ന കാട്ടിക്കൂട്ടലുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളെ കൊണ്ട് ഡിസ്കോ ഡാൻസ് റോട്ടിൽ വെച്ച് നടത്തിയിട്ടാണ് നബിനെ സ്നേഹിക്കുന്നത്.
അവിടുന്ന് ഇങ്ങോട്ട് തുടങ്ങിയാൽ അത് ചെറുത്, അങ്ങോട്ട് മേലോട്ട് പോകുന്ന വലിയ അഹ്വാകളും ബിദഅകളും. ഈ അഹ്വാകളും ബിദഅകളും ചെയ്യുന്ന ആളുകൾ അവർ അസാഹിറുകളാണ്, അവരൽപ്പന്മാരാണ്. അൽപ്പന്മാർ എന്നാണ് അതിന്റെ അർത്ഥം. ഈ അല്പത്തരത്തിൽ ആരാണ് വീഴുക? പെട്ടെന്ന് വീഴുന്നത് വയസ്സ് കുറഞ്ഞ ആൾക്കാരാണ്, വിവേകം കുറഞ്ഞ ആൾക്കാരാണ്. അങ്ങനെയുള്ള ഈ വയസ്സ് കുറഞ്ഞവരും വിവേകം കുറഞ്ഞവരും റസൂലുള്ളാഹിന്റെ സുന്നത്തിലേക്ക് പുറത്തേക്ക് പോയി ഹവയും ബിദഅത്തുമായി നടക്കുകയും ചെയ്യുന്ന ഈ ആളുകളെ നിങ്ങൾ കണ്ടാൽ അസാഹിറാണ്. അവരോട് പോയിട്ട് നിങ്ങൾ ഒന്നും ചോദിക്കരുത്, ദീന് ചോദിക്കരുത്. അവരോട് ദീൻ ചോദിക്കുക, അവരടുക്കൽ നിന്ന് ദീനെടുക്കുക എന്നുള്ളത് ഖിയാമത്ത് നാള് നമ്മുടെ അടുത്തെത്തി എന്നതിന്റെ ലക്ഷണമാണ്. ഇതാണ് അതിന്റെ കാര്യം. ഇപ്പോ ഒന്നും കൂടെ നിങ്ങൾക്ക് മനസ്സിലായി, ഞാനത് ആവർത്തിക്കുന്നുണ്ട് അതിന്റെ മുമ്പ്. എന്നാൽ ഈ സന്ദർഭത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ചിലപ്പോൾ നമ്മളോട് കുറെ ആൾക്കാരിങ്ങനെ ഫത്വ ചോദിക്കും. ഇങ്ങനെ ചോദിക്കുന്ന ഈ കാര്യത്തിനൊക്കെ ഫത്വ കൊടുക്കുകയാണോ വേണ്ടത്? ഏത് വിഷയത്തിലാണ് ഫത്വ കൊടുക്കാവുന്നത്? അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അതിന്റെ രീതി എന്താണ്? അതിന്റെ രീതി കൂടി നമ്മൾ കേൾക്കുക. ഇവർക്ക് പറയാനുണ്ടാവുന്ന ഈ അസാഹിറിന് പറയാനുണ്ടാകുന്ന മറുപടി ജനങ്ങൾ ചോദിക്കുമ്പോൾ അവർക്ക് അവരുടെ സംശയം തീർത്തു കൊടുക്കണ്ടേ? അവർക്ക് ആരോടെങ്കിലും ഒന്ന് ചോദിക്കണ്ടേ? ജനങ്ങളെ ആണ് രക്ഷപ്പെടുത്തി വിടുക, അവരെ വഴിയിൽ ക്ലിയറാക്കി വിടുക. ഞാൻ പോകണമെന്ന് നരകത്തിക്കാരും വേണ്ടില്ല എന്നിടത്താണ് നമ്മുടെ ഇത്തരം ആളുകളുടെ മനസ്ഥിതി.